പ്രൈസ് ദി ലോർഡ്. അരമണിക്കൂറേ ഉള്ളൂ എൻ്റെ ക്ലാസ്, അരമണിക്കൂറിൻ്റെ അകത്തേ ഉള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിച്ച് സന്തോഷത്തിൽ ഇത് അമ്മ മാതാവ് തരുന്ന കാര്യമാണ്, നിങ്ങളുടെ ആവശ്യമുള്ള കാര്യം ഉണ്ടാവും ഇതിൽ. അപ്പോൾ ഇത് കുറേ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. കുറേ പേരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു കാര്യം മറന്നു പോകരുത്, സന്തോഷത്തിലായിരിക്കണം. സന്തോഷത്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കരുത്, ഉത്കണ്ഠയിൽ ഇരിക്കരുത്. സങ്കടം എന്ന കാര്യം എന്താ, നമ്മളെ തലയ്ക്കകത്ത് ചിന്തയിൽ നമുക്കുള്ള സഹനങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്, ആലോചന വന്നുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സങ്കടമായി പോകുന്ന കാര്യം. അത് ശ്രദ്ധിക്കണം. അപ്പം സങ്കടപ്പെടരുതെന്ന് പറഞ്ഞാൽ ചിന്തയിലിരുന്ന് അത് എടുത്ത് കളഞ്ഞിട്ട് എപ്പോഴും ചിന്തയ്ക്കകത്ത് വെക്കേണ്ടത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. ദൈവം നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള, നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാമാണ് നിങ്ങളെ ചിന്തയിൽ കൊണ്ടുവരേണ്ടത്. ഇത് എടുത്ത് കളയണം. നമുക്കെപ്പോഴും ചിന്തയിൽ നമ്മളെ സങ്കടങ്ങളും സംഭവിക്കാൻ പോകുന്ന കാര്യം ചിലപ്പോൾ അത് സംഭവിക്കുകയില്ല, ഒരിക്കലും സംഭവിക്കില്ല. സംഭവിച്ചാൽ നല്ലതാണ്. വിശ്വാസത്തിൽ നമ്മൾ വളർന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഒരു സങ്കടം വരുമ്പോൾ, ഒരു ഉത്കണ്ഠ, ഒരു പ്രശ്നം വരുമ്പോൾ പേടിയൊക്കെ തോന്നും. അത് മാറി ഒരു സഹനം വരുമ്പോൾ സന്തോഷം തോന്നണം. ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് കാണാൻ സാധിക്കും. നമ്മൾ ദൈവത്തിൽ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാ സഹനങ്ങളും എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത്, പ്രതികൂല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്, അത് നന്മയ്ക്കായി മാറ്റും. അതുമാത്രമല്ല, അത് മഹത്വത്തിനായി ദൈവം മാറ്റിത്തരും. ദൈവമഹത്വം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലാണ് നിങ്ങളെ പ്രശ്നത്തിനെ എടുക്കേണ്ടത്. അപ്പോൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് സന്തോഷിക്കേണ്ട കാര്യമാണ്. ഇതിൽ വലിയ ഫോർമാലിറ്റീസിലേക്ക് പോകരുത്. ഇതൊരു ജീവിതമാണ്. നമ്മൾ വീണ്ടും ദൈവത്തിലേക്ക് അടുക്കുക. ഇത് ഇപ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പോഴത്തേക്കുള്ള പ്രത്യേകത, നേരത്തെ തൊട്ട് തന്നെ മനുഷ്യരോട് ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മധ്യസ്ഥമായിട്ട് അമ്മയെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ സഹായം എപ്പോഴും ഉണ്ടാകും. അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉടമ്പടി എടുക്കുന്നവരുടെ കൂടെ ഉണ്ടാകും, സഹായിക്കും. അമ്മ നയിക്കും, നമ്മുടെ ജീവിതത്തെ നയിച്ചു തരും. ആ ഒരു സന്തോഷത്തിലായിരിക്കുക. അപ്പം ഞാൻ ഉടമ്പടിയിലാണ്, അത് തന്നെ മതി. ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണ്, ദൈവം എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഞാൻ ദൈവമായിട്ടുള്ളൊരു കോൺട്രാക്റ്റിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമാണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇതിലെല്ലാം ഒറ്റ കാര്യമുള്ളൂ, ഈ പ്രാർത്ഥനാ പുസ്തകം മാത്രമില്ല ഉടമ്പടി. നമ്മൾ കാലത്തെ എണിച്ച് 5 മണിക്ക് ചൊല്ലുന്ന പ്രാർത്ഥന ഇല്ല. പലവരും തെറ്റിദ്ധരിച്ചിരിക്കുക. ഈ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ഉടമ്പടിയായിന്ന് ഇല്ല. വചനം കൂടുതൽ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒരു സെലക്ഷൻ കിട്ടിയിരിക്കുക. പണ്ട് നിങ്ങൾ പാഠപുസ്തകം പഠിച്ചുകൊണ്ടിരുന്നത് 10ാം ക്ലാസ്സിലേക്കാണെങ്കിൽ 10ാം ക്ലാസ്സോ 8ാം ക്ലാസ് പാസ്സാകാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വചനം വായിച്ചത്. അത് പാഠപുസ്തകമാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ IAS തിരഞ്ഞെടുത്തിരിക്കുക. അല്ല, ദൈവത്തിൻ്റെ ജോലിക്കാരായിട്ട്, ദാസനും ദാസിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുക. അതിനു വേണ്ടി ജോലി ചെയ്യണം. ഉടമ്പടിയിലുള്ളവരെല്ലാം ദൈവത്തിൻ്റെ വിളി ഉണ്ട്. ദൈവ ജോലിക്ക് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ആ ഒരു സന്തോഷം നമുക്കുണ്ടാകണം, ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം.
അവബോധം ഉണ്ടാകണം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം. അത് യോഹന്നാൻ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയണം 15:7 ഈശോ പറയണത്, നീ എന്നിലും എൻ്റെ വചനം നിന്നിലും ഉണ്ടെങ്കിൽ നീ എന്ത് ചോദിച്ചാലും, നീ ആഗ്രഹിക്കുന്നത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും. നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചോദിച്ചാലും കിട്ടുക, ഞാൻ ആഗ്രഹിക്കുന്ന എന്ത് ചോദിച്ചാലും കിട്ടുക. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് നന്മയുള്ളത് മാത്രമേ നീ ആഗ്രഹിക്കൂ. അത് ദൈവം നിനക്ക് പറഞ്ഞു തരും. നീ ഇത് ആഗ്രഹിക്കുക. ആഗ്രഹത്തിൻ്റെ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചായിരിക്കും. ജെറമ്യാ 29:11 ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നന്മയ്ക്കായിരിക്കും, ഏറ്റവും നന്മയ്ക്കായിരിക്കും. നിൻ്റെ അച്ഛനോ അമ്മയോ നിന്നെക്കുറിച്ചുള്ള പദ്ധതി, നിനക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി കാളും ഏറ്റവും നല്ല പദ്ധതിയായിരിക്കും. അത് ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ, കൊളോഷ്യർ 2:10 പറയുന്നത്, ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് നിൻ്റെ ജീവിതം പരിപൂർണതയിൽ അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് പലവർക്കും അറിയില്ല ഞാൻ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത്, സന്തോഷം എന്താണെന്നറിയില്ല, സമാധാനം എന്താണെന്നറിയില്ല. ജീവിതത്തിൻ്റെ പരിപൂർണതയിൽ ജീവിക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ. എപ്പോഴും തൃപ്തിയും സന്തോഷമായിരിക്കും, നിറഞ്ഞു നിൽക്കും, പേടിയുണ്ടാകില്ല, സംരക്ഷണമാണ്. അതാണ്, ഒന്നിനെക്കുറിച്ചൊരു പേടിയില്ല, ഉത്കണ്ഠയില്ല. അതൊക്കെ ദൈവം നോക്കിക്കോളും. എൻ്റെ കാര്യമേ ഇല്ല. കാലത്തെ എണീക്കുക, സമർപ്പിക്കുക, നടക്കുക. അത് നിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ദൈവം നിന്നെ വഴി നടത്തുന്നത്, നയിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അതാണ് ദൈവരാജ്യത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ദൈവമാണ് നിന്നെ രാജ്യം ചെയ്യണം. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് നീ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം നിന്നിലും ദൈവം നിറവേറ്റും. അതിൽ തടസ്സം നിൽക്കുന്ന വേറെ ആരുമില്ല, നമ്മൾ തന്നെയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം, നമ്മളോടുള്ള ഇഷ്ടം നിറവേറ്റാൻ തടസ്സം നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്, വേറെ ആരുമില്ല. അപ്പം നമ്മൾ തന്നെ അനുവദിച്ചു കൊടുക്കണം. നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ദൈവം രാജ്യം ചെയ്യാൻ അനുവദിച്ചു കൊടുക്കണം. അതാണ് ദൈവരാജ്യത്തിൻ്റെ അകത്തായിരിക്കണം. ദൈവരാജ്യത്തിൻ്റെ അകത്താവുമ്പോൾ നീ ദൈവത്തിൻ്റെ അകത്താണ്. ഞാൻ എന്നിലും, ദൈവം നമ്മളുടെ അകത്താണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ദൈവരാജ്യത്തിൻ്റെ അകത്ത് പ്രവേശിക്കപ്പെടണം. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം നമ്മളിൽ നടപ്പിലാക്കണം. പലവരും നമ്മളെല്ലാവരും തടസ്സം നിൽക്കുക. ദൈവത്തിന് വലിയ ആഗ്രഹം, എൻ്റെ മകനെയും മകളെയും അവൻ ജീവിതത്തിൻ്റെ പരിപൂർണത അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് നമ്മൾ തന്നെ തടസ്സം നിൽക്കുക അതിന്. അപ്പോൾ അത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിൽ വലുതാകണമെന്ന് വെച്ചാൽ ദൈവം ഏറ്റവും കൂടുതൽ ദൈവത്തിന് നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ദൈവം എല്ലാം നമ്മളെ രാജ്യം ചെയ്യാൻ അനുവദിച്ചു കൊടുക്കണം. അത് മത്തായി 18:3 പറയണം. നീ ശിശുവിനെ പോലെ, ഇന്നത്തെ വായന അതാണ്, നീ ശിശുവിനെ പോലെ ആകണം, എന്നാൽ നീ ദൈവരാജ്യത്തിൽ വലുതായിരിക്കും. കുഞ്ഞിനെ പോലെ മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളിപ്പോൾ ധ്യാനിക്കാം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിനക്കറിയാൻ പറ്റും ദൈവം നിൻ്റെ കൂടെ നടക്കുന്നതും. നീ ചുവടെടുത്ത് വെക്കുന്ന നീ ആഗ്രഹിക്കാത്ത സ്ഥലത്തൊക്കെ, നിനക്ക് വേണ്ടാത്ത സ്ഥലത്തൊന്നും പോകില്ല. എല്ലാം നന്മയ്ക്കായി അവസാനിക്കും. കൈപിടിച്ച് നടത്തു ദൈവം. നീ ഒന്നിനെ കുറച്ച് ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. വലിയ സുഖമാണ് ജീവിതം, വലിയ സന്തോഷമാണ് ഞാൻ അനുഭവിക്കേണ്ടത്. പക്ഷേ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ക്യൂവിലുണ്ടാവും. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമില്ല. അതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നും. അങ്ങനെ ഒരു ജീവിതം ജീവിച്ചു നോക്കണമെന്ന് ദൈവം നയിക്കും. ഈ എത്ര പേരെ എതിർ നിന്നോട്ടെ, എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ നിൻ്റെ മുമ്പിൽ ഒന്ന് നിൽക്കട്ടെ, അതെല്ലാം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല, അതെല്ലാം നന്മയ്ക്കായിട്ട് മാറും. അങ്ങനെ ഒരു ജീവിതമുണ്ട്. ആ ജീവിതമാണ് ദൈവം വാഗ്ദാനം തന്നിരിക്കുന്നത്. അത് ജീവിക്കണം. ഇല്ലാതെ നമ്മൾ തന്നെ കുറച്ച് ലിസ്റ്റ് എഴുതി വെച്ച് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അതിലുള്ള പ്രശ്നം ഇതാണ്. അതിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ, അത്
ദൈവത്തിൻ്റെ ഇഷ്ടം ഉണ്ടാകില്ല. നമ്മൾ ഇപ്പം ചോദിക്കുന്നതിൽ പലതും, നമ്മൾ ആഗ്രഹിക്കുന്നത് പലതും കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യം ഉണ്ടാകില്ല. അത് നമുക്ക് തന്നെ വെറുപ്പായിട്ട് തോന്നും. അപ്പോൾ ശിശുവായിട്ട് മാറണം. അത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. എല്ലാ കാര്യത്തിലും ശിശു എന്താ ചെയ്യുക, കുഞ്ഞെന്താ ചെയ്യുക? ആശ്രയിച്ച് മാത്രം നിൽക്കും. അവനിക്ക് അനുസരിക്കാനും ആശ്രയിക്കാൻ മാത്രം അറിയും. ചോദ്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഇത് ചെയ്തില്ലെങ്കിൽ എന്താ? പിന്നെ എല്ലാ കാര്യത്തിലും ചോദിക്കുക, ആശ്രയിച്ച് നിൽക്കുക. അച്ഛനില്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല, അമ്മയില്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല. എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആശ്രയിച്ച് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം അത് സീറാക്ക് പ്രഭാഷകൻ 2:3 പറയണത്, നീ എപ്പോഴും ദൈവത്തെ വിട്ട് മാറിപ്പോകരുത്. ഇതാണ് ശിശുവാകാമെന്ന് പറയാം. ഏത് സാഹചര്യത്തിലും വിശ്വാസം കളയരുത്. പ്രത്യാശ വയ്ക്കുക ദൈവത്തിനോട്. ദൈവം നോക്കിക്കോളും. ആ ഒരു കാര്യം നിനക്ക് ഉണ്ടാകണം. നമുക്കൊക്കെ പറ്റുന്ന അബദ്ധം എവിടെയാണെന്നറിയാവും. നമുക്ക് കിട്ടുന്ന അനുഗ്രഹം, അതിനെ നോക്കിയാണ് നമ്മൾ വിശ്വാസത്തിൽ പിടിച്ചേക്കുക. എനിക്ക് ഞാൻ എത്ര നിയോഗം ചോദിച്ചു, അതിൽ എത്ര എണ്ണം കിട്ടി. അപ്പോൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് പിടിച്ചു വയ്ക്കും. അതാണ് വിശ്വാസം എന്ന് വിചാരിച്ച് അതിൽ നിൽക്കും. അപ്പോൾ അതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 6 നിയോഗം എഴുതി, 5 എണ്ണം കിട്ടി. അപ്പോൾ വിശ്വാസത്തിൻ്റെ ലെവൽ അങ്ങോട്ട് ഗ്രേഡ് കൂടി. 6ാമത്തെ കിട്ടിയില്ലെങ്കിൽ അങ്ങോട്ട് 0യിലേക്ക് വന്ന്, പിന്നെ മൈനസിലേക്ക് വന്ന്, പിന്നെ വേറെ സ്ഥലം അന്വേഷിച്ച്, വേറെ ഏതെങ്കിലും രീതി ഉണ്ടാകുന്ന അന്വേഷിച്ച് പോകും. എന്നിട്ട് പിശാച് മനസ്സിൽ തോന്നിപ്പിക്കുക, ഈ 5 എണ്ണവും കിട്ടിയത് അത് അബദ്ധവശാൽ കിട്ടിയതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ പഠിക്കണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചെറിയ കാര്യമാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടുന്ന അനുഗ്രഹം തന്നെ അത് എടുത്തിട്ട് ദൈവം ക്വസ്റ്റ്യൻ പേപ്പറാക്കും, എക്സാമിനേഷൻ വയ്ക്കും, ടെസ്റ്റ് വയ്ക്കും. ഈ ദൈവത്തിൻ്റെ ടെസ്റ്റ് എപ്പോഴും എന്താ കാര്യമെന്ന് വെച്ചാൽ, ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും, നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹങ്ങളും, നിൻ്റെ വിശ്വാസം നിത്യതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത് വിശ്വാസമായിരിക്കണം. ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാനാണ്. എന്നിട്ട് നിന്നെ പ്രയോജനപ്പെടുത്തണം ദൈവത്തിൻ്റെ ആഗ്രഹത. നമുക്കൊരു അനുഗ്രഹവും ഒരു അനുഭവം തന്നു കഴിഞ്ഞ് വിശ്വാസത്തിൽ വളർത്തി അത് നിത്യതയുള്ള വിശ്വാസമായിരിക്കണം. പോകുന്ന വിശ്വാസമില്ല, നിത്യതയിലേക്ക് എത്താൻ. നിത്യതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ നമ്മളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പലവരും ശ്രദ്ധിക്കണം, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെല്ലാം. ഇപ്പോൾ ഉടമ്പടിയിൽ ഇങ്ങനെ നിയോഗം എഴുതി വെച്ചിട്ടുണ്ട്. ആ നിയോഗം അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമുക്കത് മനസ്സിലായില്ലെങ്കിൽ, ആ ഒരു ബോധ്യമില്ലെങ്കിൽ, നമ്മൾ വിശ്വാസത്തിലിരുന്ന് പുറകോട്ട് പോകും. അത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട്, ക്വസ്റ്റ്യനായിട്ട് ദൈവം യൂസ് ചെയ്യും. ഈ നിനക്ക് തന്ന അനുഗ്രഹം തന്നെ എടുത്ത് വെച്ചിട്ട് അതിലൊരു ചോദ്യം ഇട്ട് വയ്ക്കും. നിനക്ക് എന്നെ വിട്ടു പോകുന്ന, നീ എന്നെ വിട്ടു പോവുക. അത് സംഭവിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ, യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വചനം കേൾക്കാൻ 50,000 പേരുണ്ടായിരുന്നത്, 5000 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ജനക്കൂട്ടത്തിൻ്റെ അകത്ത് അവർക്ക് ഭക്ഷണം ഉണ്ടായിരുന്നില്ല. 5 അപ്പം 2 മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജനങ്ങളെല്ലാം ആ അത്ഭുതം കണ്ടതാ, അനുഗ്രഹം കണ്ടതാ. ഈ 5 അപ്പവും 2 മീനും 5000 പേര് കൂടുതൽ കൊടുത്ത് 12 കൊട്ട അധികം ഉണ്ടായിരുന്ന അത്രയും ആ വലിയ അത്ഭുതം കണ്ടതാ, അവരനുഭവിച്ചതാ, അവർക്ക് ആ അനുഗ്രഹം കിട്ടിയതാ. എന്നിട്ട് ദൈവം എന്ത് ചെയ്ത്, ആ അനുഗ്രഹത്തെ തന്നെ എടുത്ത് ക്വസ്റ്റ്യനാക്കി, നിത്യതയ്ക്ക് ഉള്ള ക്വസ്റ്റ്യനാക്കി. അവിടെ സഹനത്തിൻ്റെ കാര്യം ദൈവം പറഞ്ഞ്, ഈ അപ്പം ഭക്ഷിക്കണം, എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണം, എൻ്റെ രക്തം നിങ്ങൾ പാനം ചെയ്യണം. ഇത് കേട്ടപ്പോഴത്തേക്ക് ഇത് ക്വസ്റ്റ്യനായി, പരീക്ഷയായി. ഇത്രയും അത്ഭുതം കണ്ടവരെല്ലാം അതിനെ മറന്ന്.
അടുത്തൊരു സഹനം വരുമ്പോഴത്തേക്കും മറക്കും. പക്ഷെ അത് ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ദൈവം പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ്? ചോദ്യം ചോദിച്ചത് എന്താ? നീ എന്നെ വിട്ടു പോകുക. 6:66 നോക്കുമ്പോൾ അറിയാൻ പറ്റുമോ? 6:66 നീ എന്നെ വിട്ട് പോകുക, നീയും എന്നെ വിട്ടു പോകുക എന്ന്. കുറേ പേര് പോയി. അവരൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ 12 കൊട്ടയും 5 അപ്പം 2 മീനും 5000 പേർക്ക് കൊടുക്കുന്ന വലുതായി ചോദിക്കുമ്പോൾ ഒക്കെ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കണം. ദൈവത്തെ ചോദിക്കുന്നുണ്ട്, നീ നഷ്ടപ്പെടുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കരുതെന്ന് 6:27 പറയുന്നുണ്ട് യോഹന്നാൻ. അപ്പോൾ നമ്മളെല്ലാവരും അധ്വാനിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഈ പ്രാർത്ഥന ചൊല്ലുന്നതൊക്കെ ഈ നിയോഗത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടത് ദൈവം തന്നെയാണ്. ദൈവത്തെ വിട്ട് ഞാൻ പോകരുത്. അത് ശ്രദ്ധിക്കണം ഉടമ്പടി എടുക്കുന്നവർ. എന്നോട് പലവരും കൗൺസിലിംഗ് പറയുന്നത്, ഞങ്ങൾ 6 നിയോഗം എഴുതി ബ്രദറെ, 5 മാത്രം നടന്നുള്ളൂ, 1 കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പുതുപ്പിക്കാൻ പോയാൽ. പുതുപ്പിക്കേണ്ടത് എപ്പോഴും പുതുപ്പിച്ച് ദൈവത്തിനെ കിട്ടാൻ, ദൈവം കൂടെ ഉണ്ടാകാൻ വേണ്ടിയാണ് പുതുപ്പിക്കേണ്ടത്. ഈ 5 ദൈവം ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് മാറ്റും. ലാസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ വേണ്ടിയിട്ട് മാറ്റും. ഇതങ്ങോട്ട് എടുക്കും. ഈ തന്ന അനുഗ്രഹം തന്നെ ദൈവം എടുത്ത് മാറ്റി വയ്ക്കും. വീണ്ടും നിങ്ങൾക്കതിൽ പ്രശ്നം തോന്നുമ്പോഴത്തേക്കും തന്ന അനുഗ്രഹം ചിലപ്പോൾ ഒരു രോഗമായിരിക്കാം, കാലുവേദന മാറി, കുറച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ കാലിൽ അതിനേക്കാളും കൂടുതൽ വേദന വന്നു. അപ്പോൾ വിശ്വാസം പോയി. ഇല്ല, വീണ്ടും ആ കാലുവേദന വന്ന് ദൈവത്തെ വിട്ടു പോകും. ഇതെൻ്റെ ജീവിതത്തിൽ, ഞാൻ ഇത് വെറുതെ ഇല്ല പറയണം, എവിടെയും കേട്ടിട്ട് പറയുന്നില്ല. എൻ്റെ ജീവിതം ഞാൻ പറഞ്ഞുതരാം. ഇത് കുറേ ഞാൻ ഈ അനുഭവം പറഞ്ഞിട്ടുള്ള, എന്നാലും ഇതിൻ്റെ കൂടെ ഈ അനുഭവം ചേർക്കാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, വളരെ ബുദ്ധിമുട്ടി. എൻ്റെ ജീവിതം തുടങ്ങിയത് 400 രൂപ ശമ്പളത്തിനാണ്. തികയില്ല. ദിവസം ആദ്യം 300 രൂപ, ദിവസം 10 രൂപ ശമ്പളം, നടന്നു പോകണം. ആ കാലത്തും എനിക്ക് അമ്മ മാതാവിനെ മാത്രമേ അറിയാം, ഹൈന്ദവനായ ഞാൻ. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് മറവക്കാടാണ്, എനിക്ക് അന്ന് കൃപാസനം അറിയില്ല. മറവക്കാട് പോയി പ്രാർത്ഥിക്കാൻ പോകും, വീട്ടിൽ ഇരുന്ന് നടന്നു പോകും. 17 കിലോമീറ്റർ ഉണ്ട്. 6 മണിക്കൂറൊക്കെ എടുക്കും ചിലപ്പോൾ പോയിട്ട് വരുമ്പോൾ. നടന്നു പോയി പ്രാർത്ഥിച്ചിട്ട് വരും. അതൊരു സമാധാനമാണ്. ഒരു ചെറിയ ബൈബിളും ഉണ്ട്. നന്മ നിറഞ്ഞ വരുമേ കൊന്തയൊന്നും ചൊല്ലാൻ അറിയില്ല ആ കാലത്ത്. അങ്ങനെ ഒരു ശീലമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് അങ്ങനെ വളർന്നു വന്ന് പഠിത്തം കഴിഞ്ഞ് പിന്നെ ഒരു ജോലി കിട്ടി. ആ ജോലി ഇരുന്ന് ഞാൻ അമ്മയോട് ചോദിച്ച് എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന്. ആ ബിസിനസ്സും അമ്മ തന്നു. അതൊന്നും ചോദിക്കാൻ പാടില്ല, ആരും ചോദിക്കാൻ സാധിക്കില്ല. അമ്മയോട് ചോദിച്ച് കിട്ടി. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടണം, 1500 രൂപ ഇപ്പോൾ ശമ്പളമുണ്ട്, ഒരു 3000 കിട്ടട്ടെ എന്നല്ലേ ചോദിക്കാവും. ഞാൻ ചോദിച്ച ബിസിനസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 1000 രൂപ പോലും എടുക്കാനില്ല. ഒരു രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ 5000 രൂപ വേണം, അതുമില്ല. പിന്നെ ഗവൺമെൻറ് ടെൻഡർ ഇടണമെങ്കിൽ 50000 രൂപ EMD വേണം, ആ പൈസയും ഇല്ല. പക്ഷെ അമ്മ അതെല്ലാം റെഡിയാക്കി തന്നു. ഒരു പൈസ ഇല്ലാതെ തന്നെ വേറെ ആളെ എനിക്കൊന്ന് മുട്ടിച്ച് തന്നാൽ അവർ തന്നെ എനിക്ക് പൈസ ഇട്ടിട്ട് കമ്മീഷനിൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പേരിൽ ബിസിനസ്സായി. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എപ്പോഴും പോകും. നടന്നു പോയിക്കൊണ്ടിരുന്ന പിന്നെ സൈക്കിൾ വാങ്ങിച്ച്, പിന്നെ ബൈക്ക് വാങ്ങിച്ച് അങ്ങനെ അമ്മയുടെ അടുത്ത് പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അവിടെ ഞാൻ പരിചയപ്പെട്ട ആൾ, എപ്പോഴും അവിടെ ഈ കല്ലും വെച്ചുകൊണ്ട്, മെറ്റൽ കല്ലില്ലേ, ചെറിയ കല്ല് വെച്ച് അതിൽ മുട്ടിപ്പേ നിൽക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം അയാളെ കാണുമ്പോൾ. ഇങ്ങനെ കൈയും മുകളിൽ വെച്ച് മുട്ടിപ്പേ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും. എനിക്ക് കൊന്ത അറിയില്ല. എന്നിട്ട് കുറേ പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ ഞാൻ പോയിട്ട് എൻ്റെ നിയോഗമൊക്കെ പുള്ളിക്കാരനോട് പറയും. ഞാനും ഇവിടെ മുട്ടിപ്പേ നിൽക്കും. പക്ഷേ കല്ലിൽ നിൽക്കാനൊന്നും സാധിച്ചില്ല. ട്രൈ ചെയ്ത് നോക്കി, ഭയങ്കര വേദന, ഞാൻ നിൽക്കില്ല. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 3 കൊല്ലം ആയിട്ടുണ്ടാവും. ഞാൻ പോവും, ഇയാളെ പരിചയപ്പെടും, എൻ്റെ കാര്യങ്ങൾ പറയും, പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കും ഒന്നുമില്ലായ്മയിലിരുന്ന് ഒരു ചെറിയ വീട് വാങ്ങിക്കാൻ സാധിച്ച് 10-25 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ പണവും ചേർന്ന് കച്ചവടത്തിൽ ഞാൻ ഇട്ട് വെച്ചിരിക്കുക ഒരു 3 കൊല്ലമായിട്ട്. അപ്പോൾ ഇത്രയും
കാര്യങ്ങൾ മാതാവ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെയാണ് ടെസ്റ്റ് പേപ്പർ വയ്ക്കണം. കിട്ടുന്ന അനുഗ്രഹം എന്താണ്? ഈ കച്ചവടം തന്ന്, ഈ ജീവിതം തന്ന്. ഒരു ദിവസം പോയപ്പോഴത്തേക്ക് ഇയാൾ എന്നോട് പറഞ്ഞ്, തൊട്ടടുത്തുള്ള ഇവിടുത്തെ ഒരു 3-4 കൊല്ലമായിട്ട് ഈ ഇടവകയായിട്ട് പ്രശ്നമായിട്ട് ഈ പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നില്ല. ഇപ്പോൾ പ്രശ്നം തീർന്ന് ഈ കൊല്ലം സെപ്റ്റംബറിൽ പെരുന്നാളാണ്, 8-ാം തീയതി പെരുന്നാളാണ്. പക്ഷേ സ്പോൺസർ ആരും കിട്ടിയിട്ടില്ല. വിജയകുമാർ ചെയ്യുവാന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഹൈന്ദവനല്ലേ, അപ്പോൾ അച്ഛനെ പോയി കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ ഇടവ അച്ഛനെ പോയി കണ്ടപ്പോൾ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ചെയ്യാം, കുഴപ്പമില്ല, ഹൈന്ദവനല്ലേ, കുഴപ്പമില്ല, മാതാവിൽ വിശ്വാസമല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപയാവുമെന്ന്. അപ്പോൾ ചോദിച്ചു ഒരു 50,000 രൂപ അടുപ്പിച്ചാവും ചിലവാകുമെന്ന്. അത് അപ്പം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. 50,000 മാതാവ് ഇത്രയും തന്നിട്ടില്ലേ എനിക്ക്. അപ്പോൾ 10-25 ലക്ഷം രൂപ ബിസിനസ്സിൽ കിടക്കുക. ഞാൻ 50,000 രൂപ എന്ന് പറഞ്ഞ് എഴുതി, എൻ്റെ പേര് എഴുതി, ഫോൺ നമ്പറൊക്കെ കൊടുത്ത് പോന്ന്. ഇത് കഴിഞ്ഞപ്പോഴാണ് ടെസ്റ്റ് പേപ്പർ മാതാവ് വയ്ക്കുന്നത്. ഞാൻ തന്നെ അനുഗ്രഹമില്ലേ, അനുഗ്രഹം ദൈവം തരുമ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് മാറും കേട്ടോ. അത് ചിലപ്പോൾ ദൈവം അതിലേക്ക് തന്നെ തൊടും. അത് ശ്രദ്ധിക്കണം. ഇതിൽ ആരൊക്കെയോ ഉണ്ട് പണ്ട് സാക്ഷ്യം പറഞ്ഞിട്ട് പ്രശ്നമായല്ലോ, അപ്പോൾ അത് അബദ്ധമായി പോയാൽ സാക്ഷ്യമില്ല, ഇതിലെന്ത് സത്യമുണ്ടെന്നൊക്കെ ചോദിക്കും. ഇല്ല, നിന്നെ ഇനിയും വളർത്താൻ വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ 1 മാസം 1.5 മാസം ആയപ്പോൾ ഒരു ദിവസം ടെലിഗ്രാം വന്ന്, അന്നൊന്നും മെയിലില്ല, ടെലിഗ്രാം വീട്ടിലേക്ക് വന്ന് 65 ലക്ഷം രൂപ ഗവൺമെൻറ്റിലേക്ക് കെട്ടിവെക്കണം. ഞാൻ സപ്ലൈ ചെയ്ത സാധനം എല്ലാം മോശമാണ്, അത് കാലിത്തീറ്റയ്ക്കേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ആരൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. 65 ലക്ഷം രൂപ കെട്ടിയില്ലെങ്കിൽ കേസ് എടുക്കും, അറസ്റ്റാവുമെന്ന് പറഞ്ഞ് വന്ന്. അന്ന് എൻ്റെ ഭാര്യ ഇവിടെ ഇല്ല, മോനെ പ്രസവിക്കാൻ നാട്ടിൽ പോയിരിക്കുക, ഞാൻ തനിച്ചാണ്. അപ്പോൾ ടെലിഗ്രാം വന്നറിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അത് പോയി സ്വീകരിച്ച അടുത്ത് വീട്ടിൽ വാങ്ങിക്കാൻ പറഞ്ഞു. അത് പോയി നോക്കിയപ്പോഴത്തേക്ക് പ്രശ്നമായി. വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞു. എനിക്ക് ഒരാളെ അറിയില്ല. ഞാൻ വാതിൽ തുറന്ന് അവിടെ മാതാവിൻ്റെ ഒരു സ്വരൂപമുണ്ട്, ചെറുത് രൂപമുണ്ട്. കണ്ണീരോടെ അവിടെ മുട്ടിപ്പേ നിന്ന് എന്ത് ചെയ്യും, നാട് വിട്ടു പോകണം, നാട് വിട്ടു പോയാൽ എവിടെ വരെ പോകാൻ പറ്റും, കയ്യിൽ 10 പൈസയില്ല. അപ്പോൾ ഭാര്യയും കുഞ്ഞും എന്താകും, 2 മക്കളാണ്, എവിടെ പോകും. എന്നാലും ഞാൻ ഇതൊക്കെ ചിന്തിക്കുന്ന മുട്ടിപ്പേ നിന്ന് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ പോകണം. അപ്പുറത്ത് മാറിയിരുന്ന് എന്ത് പ്രശ്നം പ്രതികൂല കാര്യം വന്നാലും കൊന്ത കയ്യിലെടുക്കുക, മാതാവിൻ്റെ മുമ്പിൽ പോയി ഇരിക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. പിന്നെ അത് കഴിഞ്ഞ് ചിന്തിച്ചാൽ മതി. ഞാൻ അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എനിക്ക് ഓർമ്മപ്പെടുത്തുന്ന, നീ അകത്ത് പോയി കഴിഞ്ഞാൽ 50,000 രൂപ നീ പെരുന്നാൾ ഏറ്റെടുത്തിരിക്കുകയില്ല, അതെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ എനിക്ക് ഓർമ്മ വന്നാൽ ഞാൻ നേരെ പോയി, എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട്, ഒന്ന് ING വൈശ്യ ബാങ്കും ഒന്ന് യൂക്കോ ബാങ്ക്. നോക്കുമ്പോഴത്തേക്ക് യൂക്കോ ബാങ്കിൽ കാശ് കിടപ്പില്ല, ING വൈശ്യയിൽ ഒരു 60,000 രൂപ കിടപ്പുണ്ട്, ബിസിനസ്സിൻ്റെ പൈസയാണ്. അന്ന് രാത്രി 9:30 ഞാൻ അപ്പം തന്നെ അതിൻ്റെ മാനേജർ എനിക്ക് പരിചയമുള്ള, ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അന്ന് ഓൺലൈനൊന്നുമില്ല. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞ് വൈഫ് പ്രസവത്തിന് പോയിരിക്കുക, എനിക്ക് കാലത്തെ 8 മണിക്ക് എനിക്ക് പോകണം, എനിക്കൊന്ന് കാലത്തെ പോയിട്ട് പൈസ എടുത്തതിനും ബാങ്കിൽ നിന്നെന്ന് പറഞ്ഞ്. എന്താ കാര്യമെന്ന് വെച്ചാൽ ബാങ്കിലേക്കൊക്കെ ഇവർ ടെലിഗ്രാം അയച്ചിരിക്കുക, എൻ്റെ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ടെലിഗ്രാം അയച്ചിരിക്കുക. അത് ചിലപ്പോൾ 10 മണിക്ക് അവിടെ കിട്ടുമായിരിക്കും. അന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ അയാൾ പറഞ്ഞാൽ കാലത്തെ ഞാൻ എടുത്തു തരാമെന്ന്. ഞാൻ കാലത്തെ അയാളുടെ കൂടെ പോയി 8 മണിക്ക് തന്നെ പോയി 60,000 രൂപയ്ക്ക് വേറെ അയാൾ പറഞ്ഞ് 3,000 രൂപയുടെ മിനിമം ബാലൻസ് വെക്കണമെന്ന് പറഞ്ഞ് 57,000 രൂപ എനിക്ക് തന്നു. 57,000 രൂപയും വാങ്ങിച്ചുകൊണ്ട് ഞാൻ നേരെ ബൈക്ക് എടുത്ത് പള്ളിയിൽ പോയി അച്ഛനെ കണ്ടിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛോ, അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനിയും 6 മാസം കിടപ്പുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇപ്പം തന്നെ തരാം, ആ സമയത്ത് ഞാൻ എവിടെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. അച്ഛനോട് പറഞ്ഞില്ല, എന്നെ പിടിച്ച് അകത്താക്കാൻ പോയാണ്, കേസാകും, പൈസ കെട്ടാൻ പറ്റില്ലെന്നൊന്നും. ഞാൻ ഈ 50,000 രൂപ അച്ഛന് കൊടുത്തു. അച്ഛൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ട് വെച്ചോ. അച്ഛൻ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ച്, ഇത് തികയുവാ, ഇത് മതിയാവുക, ഇനി പിന്നെയും കടമോ, എന്തെങ്കിലും 1000 2000 തികച്ചില്ലെങ്കിൽ ഞാൻ എത്ര കൊല്ലം കഴിഞ്ഞ് വരാനാ, ചിലപ്പോൾ ഉണ്ടാവുക ഇല്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു ചിലപ്പോൾ 5,000 രൂപ കൂടുതലോ കുറവോ ആകും. ഇതാണ് ആശ്രയിച്ച് നിൽക്കുക. ദൈവത്തിൽ വേറെ ഒരു ചിന്തയും പാടില്ല. നമുക്ക് ദൈവത്തിനെക്കുറിച്ച് മാത്രമേ ചിന്ത പാടുള്ളൂ. നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക കേട്ടോ ജീവിതത്തിൽ.
വേറെ കാര്യമൊന്നുമില്ല. ഈ പൈസ 55,000 ഉണ്ടെങ്കിൽ നമുക്ക് പോകാം, ഒരു ചായക്കട വെച്ച് ജീവിക്കാം, ഇല്ല എന്തെങ്കിലുമൊക്കെ തോന്നും. ഇല്ല മക്കളെടുത്തിട്ട് ഇവിടെ മക്കളെയും ഭാര്യയും വിളിച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ പോകും, അപ്പോൾ പോലീസ് വരില്ലല്ലോ. ആ ചിന്തയൊന്നും വരരുത്. ദൈവം മാത്രം, അമ്മ മാത്രം. എന്താ അമ്മ വാഗ്ദാനം തന്നിട്ടുണ്ടല്ലോ, അതാ കുഞ്ഞുങ്ങളെപ്പോലെ മാറുക. അപ്പോൾ ഞാൻ 5,000 കൂടി അച്ഛനെ എടുത്ത് കൊടുത്ത് 5,000 കൂടി അച്ഛനെ കൊടുത്തിട്ട് പറഞ്ഞ അച്ഛോ ഈ 5,000 ഇരിക്കട്ടെ. അപ്പോൾ അച്ഛൻ പറഞ്ഞില്ല ആ സമയത്ത് തന്നാൽ മതി, വേണ്ട ഇപ്പം തന്നെ വെക്കേ, ബാക്കിയുണ്ടെങ്കിൽ പിന്നത്തെ കാര്യം പിന്നെ നോക്കാം എന്ന് പറഞ്ഞാൽ 5,000 കൂടി കൊടുത്ത് ബാക്കി 2,000 ചില്ലറ കാശ് എൻ്റെ പേഴ്സിലുണ്ട്. അത് വെച്ച് മാതാവിൻ്റെ മുമ്പിൽ പോയി ഞാൻ മുട്ടിപ്പോയി നിന്ന്, അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ പരീക്ഷ പാസ്സായി, അവിടെ വെച്ച് മാതാവ് പാസ്സാക്കി വിട്ട്. പരീക്ഷ പാസ്സായി ഈ അനുഗ്രഹത്തെ എടുത്താണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത അനുഗ്രഹം എനിക്ക് 100 ഇരട്ടിയായിട്ട് തിരിച്ചു തന്നു. അടുത്ത മാസം എൻ്റെ കച്ചവടം നടന്ന് അത് ടോപ്പായി. അന്ന് വരെ ചെയ്ത കച്ചവടത്തിനേക്കാളും നമ്പർ 1 ആക്കി വിട്ട് അമ്മ മാതാവ്. അതൊക്കെ വേറെ വിഷയം. പക്ഷേ പെരുന്നാൾ വന്നപ്പോൾ എൻ്റെ മോൻ ജനിച്ച് മെയ് മാസമാണ് ജനിച്ചത്. അവൻ ജനിച്ചപ്പോൾ അവൻ്റെ കാലിൽ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ സെപ്റ്റംബറിൽ ഡോക്ടർ 3 മാസം കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ വെച്ചിരുന്നു. ഈ സെപ്റ്റംബർ 7-ാം തീയതി 8-ാം തീയതിയാണ് ഓപ്പറേഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ ഉണ്ടാകണം, ഞാൻ ഒപ്പിട്ട് കൊടുക്കണം, ഞാൻ അവിടെ ഉണ്ടാകണം. അപ്പോൾ ഇവിടെ പെരുന്നാളിന് അച്ഛൻ എന്നെ വിളിച്ച്, അവിടെ പ്രസിദ്ധിയായിട്ട് നിൽക്കേണ്ടത് വിജയകുമാറാണ്, വിജയകുമാറല്ലേ സ്പോൺസർ ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല ചോ, ഇന്ന് ഓപ്പറേഷനാണ്. എൻ്റെ സുഹൃത്തുണ്ട്, ആ സുഹൃത്തിനെ പ്രസിദ്ധിയായിട്ട് നിർത്തുക എന്ന് ഞാൻ പറഞ്ഞു. പ്ലീസ് ദി ലോർഡ്. ഇത് എൻ്റെ കാര്യം നടന്ന് അമ്മ മാതാവിൻ്റെ കയ്യിൽ ഒരു ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫയലാണ്. നിങ്ങൾ ഉടമ്പടി കൊടുക്കുന്ന ഫയലൊക്കെ ഫയലാണ്, അതിൽ ഒന്നുപോലും എടുത്ത് കളയില്ല. ഈ പ്രസിദ്ധിയായിട്ട് എൻ്റെ ഫ്രണ്ടിനെ നിർത്തിയ ആ സുഹൃത്ത് ആ കല്ലിൽ നിൽക്കുമല്ലോ, മുട്ടിപ്പേ നിൽക്കുമല്ലോ, അയാൾ അന്ന് സ്റ്റേജിൽ കയറിയിട്ട് അന്ന് അയാൾ പറയണത് എൻ്റെ ജീവിതത്തിൽ, അയാൾ മീൻപിടുത്തക്കാരനാണ്, ദിവസം 100 രൂപ 150 രൂപ ശമ്പളമാണ്. അയാളുടെ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം പെരുന്നാൾ നടത്തി അതിൻ്റെ പ്രസിദ്ധന്തിയായിട്ട് നിൽക്കണമെന്നുള്ളതായിരുന്നു. അയാൾ ആ സ്റ്റേജിലേക്ക് 3 കൊല്ലം ഞാൻ കല്ലിൽ നിന്നത് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. മാതാവിന് മാത്രം അറിയാം ഞാൻ പ്രസിദ്ധിയാകണമെന്നുള്ളതായിരുന്നു. അതും മാതാവ് സഹായിച്ചു കൊടുത്ത്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ അമ്മയുടെ രീതി ഇതാണ്. നമ്മൾ ഇതിൽ ഒരു സംശയം വേണ്ട. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്മയുണ്ട്. അമ്മയ്ക്ക് ആ വഴിയെല്ലാം അറിയാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം കാര്യം കൂടി പറയാം. ഈ ഫയലെന്ന് പറയുന്ന വലിയ വിഷയമാണ്. അമ്മ ഫയലാക്കി വയ്ക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഹോട്ടൽ അമ്മ തന്നായിരുന്നു, ഒരു 3 സ്റ്റാർ ഹോട്ടൽ. എന്നും തലവേദനയാണ്. പക്ഷെ അവിടെ ആ കൂടി എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥന നടക്കും. അവിടുത്തെ ഹാളിൽ ഞങ്ങൾ പ്രാർത്ഥന നടത്തും. എന്നാലും സ്റ്റാഫിനെ കുറിച്ച് തലവേദനയാകുമ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇത് വിറ്റുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കും. വിൽക്കാൻ ബുദ്ധിമുട്ടാണ് അവിടെ. വിറ്റുപോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പകുതി വിലയും ചോദിക്കും. എന്നാൽ അതിലെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോകില്ല. പിന്നെ അതിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എനിക്ക് തോന്നും, ഞാൻ ആദ്യമൊക്കെ നല്ല മനസ്സോടെ പ്രാർത്ഥിക്കും, ഇത് വിറ്റ് പോട്ടെ. പിന്നെ ഇങ്ങനെ മനസ്സ് വരും, ഇത് വിറ്റുപോയാൽ ഈ സിറ്റിക്ക് സെൻട്രലിലുള്ള സ്ഥലമല്ലേ, ശരിയാവുക എന്നിങ്ങനെ തോന്നും. അപ്പോൾ അതിൻ്റെ ഗ്രേഡ് അങ്ങോട്ട് കുറയ്ക്കും. വേണമെങ്കിൽ വിൽക്കട്ടെ, ഇല്ലെങ്കിൽ വിൽക്കേണ്ട, ഇല്ല ഇത് നന്നാക്കി താ, സ്റ്റാഫിനൊക്കെ നല്ലൊരു മാനേജറൊക്കെ താന്ന് പറയും. അപ്പോൾ പ്രാർത്ഥന ഡൈല്യൂട്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രാർത്ഥന ശരിയാവില്ല. എപ്പോഴും പ്രാർത്ഥിക്കാതിരിക്കും. പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതൊക്കെ മര്യാദയ്ക്ക് തുടങ്ങും. അവസാനമാകുമ്പോഴത്തേക്കും എന്തിനാണ് ഞാൻ വിൽക്കണമെന്ന് പറയും, തീർന്നത് വിൽക്കേണ്ട ദൈവമേ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയായിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണേ, പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന്. എന്നിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, എന്നിട്ട് ചില സമയത്ത് വല്ലവരൊക്കെ വളരെ വില കുറച്ച് ചോദിക്കും. അപ്പോൾ തലവേദനയാകും, സ്റ്റാഫെല്ലാം പ്രശ്നം അവിടെ. എന്നിട്ട് ഞാൻ രാത്രിയൊക്കെ ചിലപ്പോൾ വിളിക്കാം, നീ പറഞ്ഞ വില തന്നെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പം വേണ്ടെന്ന് അവർ പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ആയി. ഇതൊരു 6-7 കൊല്ലമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോഴാണ് ഇവിടെ ഇരുന്ന് എൻ്റെ മനസ്സിൽ പറയുക, അച്ഛൻ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ജോസഫ് അച്ഛൻ.
അച്ഛൻ വന്ന് ഞാൻ എപ്പോഴും പറയും, അച്ഛോ ഇത് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ അവിടെ നിന്ന് അത് തടസ്സം നിൽക്കുക, ഹോട്ടലിൽ നിന്ന് പ്രാർത്ഥിക്കണം, അതിങ്ങനെ നിൽക്കുക. അപ്പോൾ മാതാവ് ആ ഫയൽ അങ്ങോട്ട് സ്വീകരിച്ചല്ലോ. അപ്പോൾ അതിന് വേണ്ടത്ര പ്രാർത്ഥന ഇവിടെ വേണം. അച്ഛന് കോവിഡ് കൊടുത്ത് അമ്മ മാതാവ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അച്ഛൻ നേരെ കോവിഡ് വന്നപ്പോൾ കോവിഡിൽ അച്ഛൻ നേരെ അവിടെ വന്നു. അപ്പോൾ അവിടെ വന്ന് ടെസ്റ്റൊക്കെ എടുത്ത് കോവിഡ് പോസിറ്റീവാണ്. പോസിറ്റീവായപ്പോഴത്തേക്കും എനിക്ക് സങ്കടമുണ്ട്, പിന്നെ അച്ഛൻ ഹോട്ടലിൽ വന്ന് സന്തോഷമുണ്ട്. അച്ഛന് ഒരു റൂം, തനിയെ ഒരു റൂം കൊടുത്ത്, അവിടുത്തെ മെയിൻ റൂം അവിടെ കൊടുത്ത് അച്ഛനെ അവിടെ ആക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും എനിക്ക് ഈ ഹോട്ടൽ വിറ്റിരിക്കണം കേട്ടോ, അച്ഛൻ ഇരുന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് അമ്മ മാതാവായിട്ട് കൊണ്ടുവന്ന. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു അച്ഛനോട്. അച്ഛൻ പറഞ്ഞു ശരി പ്രാർത്ഥിക്കാമെന്ന്. എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ബാക്കിൽ ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, KG ഹോസ്പിറ്റൽ. അവർ ഒരു പ്രാവശ്യം വില പറഞ്ഞു. അവരോട് ഞാൻ ആളെ വിട്ട്, ഞാൻ ഇത് വേറെ കുടിക്കാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തു. നടന്നില്ല. 5 ദിവസമായി. 5 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞ് ആ KG ഹോസ്പിറ്റലിൽ വന്ന് കോവിഡ് ടെസ്റ്റ് എടുക്കുക, എനിക്ക് പോകണം, ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന്. അപ്പോൾ എനിക്ക് വലിയ വിഷമം. എന്നിട്ട് വിറ്റില്ലോ, അഡ്വാൻസ് വന്നിട്ടില്ല. അപ്പോൾ ടെസ്റ്റ് എടുത്ത് അപ്പോൾ പോസിറ്റീവ്. 5 ദിവസം കഴിഞ്ഞപ്പോൾ പോസിറ്റീവ്. ഞാൻ പറഞ്ഞു പോസിറ്റീവാണ് കേട്ടോ, ഇപ്പോൾ പോകാൻ പറ്റില്ല. അവിടെ നിന്ന് മുട്ടിപ്പേർന്ന അച്ഛൻ. പിന്നെ ഞാൻ പറഞ്ഞു ഇത് അഡ്വാൻസ് വാങ്ങിക്കാതെ അച്ഛൻ പോകരുത് പ്ലീസ്. അപ്പോൾ ഇനി 5 ദിവസം കഴിഞ്ഞ് നോക്കാമല്ലേ? അച്ഛൻ യെസ് എന്ന് പറയാം. എന്നിട്ട് അവിടെ അച്ഛൻ മുട്ടിപ്പേർന്ന് രാത്രി പോലെ 24 മണിക്കൂറല്ലേ ഹോട്ടലിൻ്റെ അകത്തല്ലേ ഇരിക്കുന്നത്. കൊന്ത ചൊല്ലി രാത്രിയൊക്കെ ഇരുന്ന് കൊന്തയാണ്. എന്നോട് പറയും, ഞാൻ ഇന്നലെ രാത്രി മൊത്തം എണിച്ചിരുന്ന് കൊന്ത ചൊല്ലി കേട്ടാ എന്ന് പറയും. അപ്പോൾ ഓക്കെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ KGക്കാരോട് ചോദിക്കും, അവരെടുത്തിട്ടില്ല, വന്നിട്ടില്ല. പിന്നെ 5 ദിവസം കഴിഞ്ഞ് 10 ദിവസമായി. പിന്നെ അച്ഛനെ ടെസ്റ്റ് ചെയ്ത് അപ്പോഴും പോസിറ്റീവ്. അച്ഛന് ഒരു സിംറ്റംസ് ഒന്നുമില്ല. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, നെഗറ്റീവ് എന്ന് പറഞ്ഞ് കിട്ടിയാലല്ലേ പോകാൻ പറ്റൂ. അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് പിന്നെയും പ്രാർത്ഥിച്ച്. ഇങ്ങനെ 25 ദിവസമായി. 24ാമത്തെ ദിവസമായപ്പോഴത്തേക്കും അവരെനിക്ക് 90 ലക്ഷത്തിൻ്റെ അഡ്വാൻസിൻ്റെ ചെക്ക് എഴുതി എനിക്ക് തന്ന്. പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ പറയുക, പ്രാർത്ഥന കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. 25ാം ദിവസം അച്ഛനെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നെഗറ്റീവുമായി. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു തീരുമാനമാണ്, ഒരു നിലപാടാണ് നമ്മൾ എടുക്കണം. ഉടമ്പടിയിലാണെങ്കിലും ഇങ്ങനെയാണ്, എനിക്ക് നീ മതി അമ്മ, ഈശോയെ നീ മാത്രം മതി എനിക്ക്. ഈ നിയോഗമൊക്കെ നിൽക്കട്ടെ, അതൊക്കെ നീ തരാതിരിക്കും. പക്ഷേ അത് ചോക്ലേറ്റ് തന്നെ പോലെയാണ്. പിള്ളേർക്ക് സ്കൂളിലേക്ക് LKGയിലേക്ക് വിളിക്കാൻ ചിലപ്പോൾ പോകുന്ന ദിവസം തന്നെ കുറച്ച് ചോക്ലേറ്റ്, ഐസ്ക്രീം ഇതൊക്കെ തരുമല്ലോ. ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയോഗങ്ങൾ. ആ നിയോഗത്തെ ശ്രദ്ധിക്കണം. നിയോഗം അനുഗ്രഹമായിട്ട് മാറുമ്പോഴത്തേക്ക് ദൈവം അത് ടെസ്റ്റ് പേപ്പറായിട്ട് മാറ്റുമ്പോഴത്തേക്കും പത്രോസ് പറഞ്ഞ പോലെ പേര്, ദൈവമേ നിന്നെ ജീവൻ തരുന്ന വചനം നിൻ്റെ അടുത്താണുള്ളത്, ഞാൻ എവിടെ പോകും? നീ എനിക്ക് നിത്യത, നീ ഇല്ലാതെ ഞാൻ എവിടെ പോകാനാണ്? എനിക്ക് ഒന്നുമില്ലെങ്കിലും നീ മതി ദൈവമേ, എനിക്ക് നിന്നെ വിട്ട് പോകാൻ സാധിക്കില്ല. അതാണ് യഥാർത്ഥത്തിൽ ഉടമ്പടി. ദൈവമായിട്ട് നിന്നെ വിട്ട് ഞാൻ പോകില്ല എന്ന് പറയുന്നതാണ് ഉടമ്പടി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.